പാലക്കാട് കോൺഗ്രസിന്റെ മിന്നൽ നീക്കം. ബിജെപി നേതൃത്വവുമായി ഇടഞ്ഞ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക്. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ തുടരുന്നതിനിടെയാണ് സന്ദീപിന്റെ അടിയന്തര രാഷ്ട്രീയ മാറ്റം. കോൺഗ്രസ് ഓഫീസിലെത്തിയ സന്ദീപിനെ ഷോൾ അണിയിച്ച് സ്വീകരിച്ച നേതാക്കൾ. വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കടവിട്ട് സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുക്കുന്നുവെന്ന് സന്ദീപ് വാര്യർ. കെപിസിസിന്റെ നേതൃത്വത്തിൽ വാർത്താസമ്മേളനം നടക്കുന്നതിനിടെയാണ് മുദ്രാവാക്യം വിളികളുടെ അകമ്പടിയോടെ സന്ദീപ് വേദിയിലേക്ക് എത്തിയത്. നേതാക്കൾ കൈകൊടുത്തും ഷാൾ അണിയിച്ചും ആലിംഗനം ചെയ്തും സ്വീകരിച്ചു. വേദിയിൽ നേതാക്കളുടെ കൂട്ടത്തിൽ സന്ദീപിന് ഇരിപ്പിടം നൽകി. സിപിഐയുമായി സന്ദീപ് ചർച്ച നടത്തിയെന്നും സിപിഎമ്മിലേക്ക് പോകുമെന്നുള്ള അഭ്യൂഹം ശക്തമായിരിക്കെയാണ് അപ്രതീക്ഷിതമായി സന്ദീപ് കോൺഗ്രസ് ക്യാമ്പിലേക്ക് ചേക്കേറുന്നത്. ബിജെപിയുമായി മാനസികമായി അകന്ന സന്ദീപ് തിരിച്ചുവരാൻ സാധ്യത കുറവാണെന്ന നിഗമനത്തിൽ തന്നെയായിരുന്നു സംസ്ഥാന നേതൃത്വം. പ്രശ്നങ്ങൾ പിന്നീട് ചർച്ച ചെയ്യാമെന്നും പാർട്ടിയിൽ സജീവമാകാനും സന്ദീപിനോട് ബിജെപി സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ ആവശ്യപ്പെട്ടിരുന്നെങ്കിലും പാർട്ടി വിടുകയായിരുന്നു സന്ദീപ്. എഐസിസി ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി, കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ, പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, എംപിമാരായ വി കെ ശ്രീകണ്ഠൻ, ഷാഫി പറമ്പിൽ, ബെന്നി ബെഹനാൻ തുടങ്ങി നേതാക്കളുടെ നിര തന്നെ സന്നിഹിതരായ വേദിയിലാണ് സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനം പ്രഖ്യാപിച്ചത്. വെറുപ്പ് മാത്രം ഉൽപ്പാദിപ്പിക്കുന്ന ഫാക്ടറിയിലാണ് താൻ ഇത്രയും കാലം ജോലി ചെയ്തത് എന്നും ബിജെപി തന്നെ ചവിട്ടിമെതിച്ചുവെന്നും വെറുപ്പിന്റെയും വിദ്വേഷത്തിന്റെയും കടവിട്ട് സ്നേഹത്തിന്റെ കടയിൽ അംഗത്വം എടുക്കുന്നുവെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു. കരിവന്നൂരും കൊടകരയും തമ്മിൽ പരസ്പരം വെച്ചുമാറുന്നതിനെ എതിർത്തു എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. ധർമ്മരാജന്റെ കോൾ ലിസ്റ്റിൽ പേരില്ലാതെ പോയി എന്നുള്ളതാണ് ഞാൻ ചെയ്ത കുറ്റം. അതുകൊണ്ട് ആ കുറ്റങ്ങൾ ഒരു കുറവാണെങ്കിൽ ആ കുറവ് അംഗീകരിച്ചുകൊണ്ട് ഇനി മുതൽ സ്നേഹത്തിന്റെ കടയിൽ ഒരു മെമ്പർഷിപ്പ് എടുക്കാനാണ് ഞാൻ തീരുമാനിച്ചത്. സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് സ്വാഗതം ചെയ്യുന്നുവെന്ന് കെപിസിസി പ്രസിഡന്റ് കെ സുധാകരൻ പറഞ്ഞു. സന്ദീപ് വന്നത് സ്നേഹത്തിന്റെ രാഷ്ട്രീയത്തിലേക്കാണെന്നും കെ സുധാകരൻ കൂട്ടിച്ചേർത്തു. മതേതര രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന നിലയ്ക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രാധാന്യം ഒന്നുകൂടി ഉയർത്താനും വളർത്താനും പടർത്താനും പന്തലിപ്പിക്കാനും ശ്രീ സന്ദീപ് വാര്യരുടെ ഈ വരവ് നമുക്ക് ഉപകരിക്കും, നാടിന് ഉപകരിക്കും എന്നീ സന്ദർഭത്തിൽ നിങ്ങളെ എല്ലാം അറിയിച്ചുകൊണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി സന്ദീപ് വാര്യരെ ഞാൻ ഈ പാർട്ടിയിലേക്ക് സഹർഷം സ്വാഗതം ചെയ്യുന്നു, നെഞ്ചോട് ചേർത്ത് സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിൽ നിന്നും ഞങ്ങൾക്ക് വളരെ പ്രതീക്ഷയുണ്ട്. ആ പ്രതീക്ഷയുടെ എല്ലാ പ്രതിഫലനങ്ങൾ വരാൻ പോകുന്ന നാളുകളിൽ നമുക്ക് കാണാവുന്നതേയുള്ളൂ. ഇവിടെ അറിയാമല്ലോ നിങ്ങൾക്ക്, കോൺഗ്രസിനെ കുറിച്ച് വർഗീയ പ്രസ്ഥാനം എന്ന് പറഞ്ഞ് കോൺഗ്രസിനെതിരായി പ്രചരണം നടത്തുന്ന പാർട്ടിയാണ് ഇവിടുത്തെ ബിജെപിയും സിപിഎമ്മും. ആ സിപിഎമ്മിന്റെയും ബിജെപിയുടെയും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തെ വിലയിരുത്താൻ സന്ദീപ് വാര്യരുടെ ഈ വരവ് ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ അത് ഉയർന്നു വരും എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല. അതുകൊണ്ട് ഒരിക്കൽ കൂടി എന്റെ പ്രിയപ്പെട്ട സന്ദീപ് വാര്യരെ ഞാൻ സ്വാഗതം ചെയ്തുകൊണ്ട് നിങ്ങൾക്കെല്ലാം അഭിവാദ്യം അർപ്പിക്കുന്നു. നമസ്കാരം. കോൺഗ്രസിന്റെ ആശയങ്ങൾ ഉൾക്കൊണ്ട വർഗീയതയ്ക്കെതിരായ പ്രചാരണത്തിന് സന്ദീപിനെ കോൺഗ്രസിലേക്ക് സ്വീകരിക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദാര്യത്തിൽ കഴിയുന്ന ആളാണ് കെ സുരേന്ദ്രൻ. ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ കോൺഗ്രസ് പ്രീണിപ്പിക്കില്ല. SDPI നേതാക്കളുമായി ചർച്ച നടത്തിയെന്ന സുരേന്ദ്രന്റെ ആരോപണം പച്ചക്കള്ളമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. സന്ദീപ് വാര്യർ ഒരു കാലഘട്ടത്തിൽ കേരളത്തിലെ ബിജെപിയുടെ മുഖവും ശബ്ദവുമായിരുന്നു. അദ്ദേഹം വർഗീയതയുടെ, വെറുപ്പിന്റെ, വിദ്വേഷത്തിന്റെ രാഷ്ട്രീയത്തോട് വിട പറഞ്ഞ് സ്നേഹത്തിന്റെയും ചേർത്ത് നിർത്തലിന്റെയും രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരികയാണ്. ഞാൻ ഐക്യ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി കൂടി അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ഇതൊരു തുടക്കമാണ്. ബിജെപിയിൽ നടക്കുന്നത് കലാപമാണ്. കാരണം കുറെ അഴിമതിക്കാരുടെ, കള്ളപ്പണക്കാരുടെ, ഹവാല ഇടപാടുകളുടെ എല്ലാവരുടെയും കൂടി ഒരു നേതൃത്വമാണ് കേരളത്തിലെ ബിജെപിയിലുള്ളത്. അദ്ദേഹം ഈ ബിജെപി സംസ്ഥാന പ്രസിഡന്റ് എന്ന് പറയുന്നത് സംസ്ഥാന മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഔദാര്യത്തിൽ നിൽക്കുന്ന ഒരാളാണ്. നന്ദിയുള്ള ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ. അദ്ദേഹത്തിന്റെ കേസുകളിൽ സഹായിച്ചപ്പോൾ പകരം കൊടകര കുഴൽപ്പണ കേസിൽ പ്രതിയാകേണ്ട ബിജെപി സംസ്ഥാന പ്രസിഡന്റ് സാക്ഷിയായി. മഞ്ചേശ്വരം കോഴക്കേസിൽ 12 മാസം കൊണ്ട് പ്രോസിക്യൂഷൻ കൊടുക്കേണ്ട കുറ്റപത്രം 17 മാസം കൊണ്ട് കൊടുത്ത് ഡിസ്ചാർജ് മേടിച്ചു. ഇല്ലേ? കോടതി എന്താ പറഞ്ഞത്? ഒരു ഡിലേ കണ്ടോൺ ചെയ്യാനുള്ള ഒരു പെറ്റീഷൻ പോലും പ്രോസിക്യൂഷൻ കൊടുത്തില്ല. അത്രയും ശ്രദ്ധിച്ചു മുഖ്യമന്ത്രി. ഡിലേ കണ്ടോൺ ചെയ്യണം, മാപ്പാക്കണം എന്നൊരു അപേക്ഷ കൊടുത്താൽ സുരേന്ദ്രനെ പ്രതിയാക്കിയാലോ കോടതി എന്ന് വിചാരിച്ച് 2 കേസിലാണ് നന്ദി കാണിച്ചത്. ഭയങ്കര നന്ദിയുള്ള ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 35 ദിവസം CAA കുറിച്ചാണ് പറഞ്ഞത്.
അന്ന് ന്യൂനപക്ഷ പ്രീണനമായിരുന്നു. അത് കഴിഞ്ഞ് ന്യൂനപക്ഷം വോട്ട് ചെയ്തില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അതിനുശേഷം ന്യൂനപക്ഷത്തെ ആക്രമിച്ച് ഭൂരിപക്ഷ പ്രീണനമാണ്. ഇങ്ങനെ ഓന്തിന്റെ നിറം മാറുന്നത് പോലെ നയം മാറ്റുന്ന ഒരു സമീപനം കേരളത്തിലെ കോൺഗ്രസിനോ കേരളത്തിലെ UDF-നോ ഇല്ല. ശക്തമായ നിലപാടാ. പക്ഷേ ഇവിടെ BJP നേതൃത്വം ശ്രമിക്കുന്നത് CPM-ന്റെ സഹായത്തോടു കൂടി ഈ ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഭിന്നിപ്പ്, മതങ്ങൾ തമ്മിലുള്ള ഭിന്നിപ്പ്, അതിന് ഞങ്ങൾ കൂട്ടുചേരില്ല. അതിനെ ഞങ്ങൾ ശക്തിയായി എതിർക്കും. UTV ന്യൂസ്, പാലക്കാട്.